ഹലോ എവരി വൺ. അപ്പം ഇന്നെൻ്റെ ഒരു ടിപ്പിക്കൽ നൈറ്റ് റൊട്ടീനാണ്. അപ്പം ഇത് എല്ലാ നൈറ്റ് റൊട്ടീനും അങ്ങനെയല്ല. ഇതിപ്പം നമ്മുടെ വെക്കേഷൻ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ വെക്കേഷനിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഇപ്പോൾ ട്യൂഷനൊക്കെ തുടങ്ങിയത് മുതൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി മാത്സ് പ്ലാൻ ഇട്ടു. കാരണം ഞാൻ മാത്സിൽ അത്യാവശ്യത്തിന് വീക്കാണ്. അപ്പം മാത്സ് പ്ലാൻ ഞാൻ മാത്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബോറടിച്ചു. കുറേ നേരം മാത്സ് പഠിക്കുക, ഇറ്റ്സ് നോട്ട് മൈ ടൈപ്പ്. അപ്പം ഞാൻ എന്താക്കി, നമ്മുടെ ബയോളജി ഉണ്ടല്ലോ, ബയോളജി എടുത്ത് പഠിക്കാൻ വിചാരിച്ചു. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് പിറ്റേ ദിവസം ഈ വീഡിയോ എടുത്തതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ട്യൂഷനിൽ ബയോളജിയാണ് ക്ലാസ് ഉള്ളത്. 4 ക്ലാസ് ഉണ്ടാകും, അതിലൊന്ന് ബയോളജി ആയിരുന്നു. ബയോളജി എനിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേതായാലും ഒന്ന് നോക്കിയിട്ടെങ്കിലും പോകാമെന്ന്. അപ്പോൾ ഞാൻ ബയോളജി വായിച്ചും എഴുതിയും പഠിച്ചു. അപ്പം ഇതെനിക്ക് എൻ്റെ മോൻ പറഞ്ഞു തന്നതാണ്. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ വായിക്കുകയും ചെയ്യുക, എഴുതുകയും ചെയ്യുക. അതിലൂടെ നമുക്ക് 3 കാര്യങ്ങൾ നടക്കും. ആൻഡ് അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് അതെനിക്കും ഭയങ്കര ട്രൂ ആയി തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ദാറ്റ് നമ്മളാദ്യം വായിക്കുമ്പോൾ നമ്മളത് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, നമ്മുടെ വായ കൊണ്ട് പറയുന്നുണ്ട്, പിന്നെ നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മളത് എഴുതിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, എഴുതി വായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ യൂസ്ഫുൾ. നമുക്ക് ആ ഒരു നമ്മളുടെ കൈ കൊണ്ട് നമ്മൾ ഫിസിക്കലി അത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈൻഡിൽ കുറച്ചും കൂടി നേരത്തേക്ക് അത് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇത് എനിക്കറിയുന്നവരൊക്കെ അത് ട്രൈ ചെയ്തവർ തന്നെയാണ്. എല്ലാവരും എഴുതി പഠിക്കുന്നവരാണ് എനിക്കറിയുന്നവരൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളുടെ മൈൻഡിൽ കുറേ നേരം സ്റ്റോർ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് സോ യൂസ്ഫുൾ. പിന്നെ ഞാൻ എനിക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ബുക്സൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് എടുത്തു വെച്ചു. ഇതെനിക്ക് നടക്കാത്ത സംഭവമാണ്. ഇതുവരെ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നടന്നിട്ടില്ല. ഇതിപ്പോൾ ഏത് വർഷമാണെങ്കിലും, അപ്പോൾ സ്കൂൾ ബേസിലാണെങ്കിലും ഇത് ഞാൻ കുറേ ട്രൈ ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഐ കുഡ് നെവർ. ഇതേതായാലും ഞാൻ ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് രാവിലെ ഇനി മുതലൊരു 10th ആണല്ലോ, 10th നട്ടോട്ടായിരിക്കും. രാവിലെ പോയി സ്കൂളിലത് ട്യൂഷനത്, അങ്ങനെ സ്കൂൾ ട്യൂഷൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നത്. ഇത് പണ്ടെന്തെങ്കിലും ചെയ്തണമെങ്കിലുള്ളൂ. ഞാൻ ചിലപ്പോൾ ഹോം വർക്ക്സാണ് ചെയ്യാറില്ല. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് വെരി വെരി റെയറാണെന്ന് വേണം പറയാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നതാണ് എൻ്റെ ക്ലോത്ത്സ് സെർച്ച് ചെയ്യണത്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ ഫസ്റ്റ് തന്നെ പോയി കണ്ടൊരു ബേജ് കളർ പാൻ്റ് എടുത്തു. പിന്നെ ഞാൻ വെച്ചത് വേണ്ട, അതിനുള്ള ഷർട്ടൊന്നും സെറ്റായില്ല. പിന്നെ ഞാൻ വൈറ്റ് എടുത്തു. വൈറ്റ് ഞാൻ കരുതി വേണ്ട. പിന്നെ ഞാൻ ബ്ലൂ എടുത്തു. ബ്ലൂക്ക് ഞാൻ ഇങ്ങനെ അതൊരു വയലറ്റ് ഷർട്ട് പ്ലാൻ ഇട്ടു. പിന്നെ വേണ്ട കരുതി. ഇതാണ് ആ വയലറ്റ് ഷർട്ട്. പിന്നെ ഞാൻ ബ്ലാക്കാണ് ഇട്ടത്. പിന്നെ ആഴ്ചയ്ക്ക് ശേഷം എൻ്റെ പെരുന്നാൾ തീയതി കിട്ടി. ഈ പെരുന്നാളിൻ്റെ ഫസ്റ്റ് തീയതി എൻ്റെ ഗ്രാൻഡ്മ തന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലോത്ത്സ് കുറച്ച് എൻ്റെ ബെഡിലുണ്ടായിരുന്നു. എൻ്റെ റൂം അപ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ മുകളിലാണ് തോരിടുന്ന സ്ഥലമൊക്കെ ഉള്ളത്. അപ്പം അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് മിക്കവാറും എൻ്റെ ബെഡിൽ തന്നെ കാരണം എല്ലാവരുടെയും ഉണ്ടാകുക. അപ്പം ഉണങ്ങിയതൊക്കെ. അപ്പം ഞാൻ എൻ്റേത് മാത്രമേ ഇപ്പം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചു. ഞാൻ ഇടയ്ക്ക് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ തേക്കുന്നത് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇത് തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്യും. അപ്പോൾ നമുക്ക് ജോ ലൈനൊക്കെ ഡിഫൈൻ ചെയ്തൊക്കെ വേണ്ടി ഞാൻ ഇടയ്ക്ക് ജോ ലൈനും നന്നായി മസാജ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഹാൻഡ്സൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഡെയിലി പോലെ വെള്ളമൊക്കെ ഒഴിച്ച് പത്രമുള്ള കാര്യം നമുക്ക് ഉറങ്ങാം. ബൈ ബൈ.